നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായ ഒരു സിനിമയാണ്. നമ്മൾ വേഴ്സസ് എന്നിടുമ്പോൾ നമ്മൾ ചുമ്മാ ഇട്ടേക്കുന്നതല്ല, നേര് വേഴ്സസ് ബ്രഹ്മയുഗം വേഴ്സസ് പ്രേമലു. ഒരുപാട് ചർച്ച ചെയ്യുന്ന, പല ഗ്രൂപ്പുകളിലും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഈ മൂന്നെണ്ണം. എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. നിങ്ങൾക്ക് കമൻസ് കൃത്യമായിട്ട് ഇടാം. കമൻസ് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റെന്നും, മോശമാണെങ്കിൽ മോശമെന്നും, നല്ലതാണെങ്കിൽ നല്ലതെന്നും പറയും. അതായത് നമുക്ക് ആദ്യം ഈ മൂന്ന് സിനിമയെക്കുറിച്ചുള്ള ചെറിയ രീതിയിലുള്ള കമ്പാരിസൺ, റിലീസ്, കളക്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടതും അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള കളക്ഷനും അതിൻ്റെ അഭിനയ പ്രാധാന്യം ഒക്കെ വെച്ചിട്ടാണ് ഈ മൂന്ന് സിനിമ കമ്പയർ ചെയ്യുന്നത്. മൂന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. നമുക്ക് ആദ്യം അറിയാം, വ്യത്യസ്തമായ മൂന്ന് സിനിമകൾ കമ്പയർ ചെയ്യുന്നത് എന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം സിനിമ റിലീസ് ചെയ്തത് നേരാണ്. നമുക്കങ്ങനെ ആ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകാം. റിലീസിൻ്റെ ഡേറ്റ് വെച്ച് എനിക്കൊന്ന് ഡിസംബർ 21 റിലീസ് ചെയ്ത സിനിമയാണ് നേര്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെ അതിഗംഭീര വിജയം നേടിയൊരു സിനിമയാണ് നേര്. അന്നേരം അതിനകത്ത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അന്ന് സലാർ എന്ന് പറഞ്ഞ് KGF പ്രശാന്ത് നീലിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, സലാർ. പിന്നെ ഷാരൂഖ് ഖാൻ്റെ ഡുങ്കി. ഷാരൂഖ് ഖാൻ്റെ സിനിമ കൊമേഴ്ഷ്യൽ വാല്യൂ ഇല്ലാത്ത സിനിമ കേരളത്തിൽ വലിയ വേരോട്ടമൊന്നുമില്ല, വലിയ കളക്ഷനൊന്നും കിട്ടത്തില്ല എന്നുള്ള ഉറപ്പാണ്. അത് ശകലം മൾട്ടിപ്ലക്സിലെല്ലാം ഓടിയാൽ മാത്രമേ ഉള്ളൂ. സലാറാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പൃഥ്വിരാജ് അങ്ങ് അടിച്ച് തകർത്തു. പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിലെല്ലാം പറഞ്ഞു ഗംഭീരമായിരിക്കും, ഒരു രക്ഷയില്ലാത്ത സിനിമയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഭയങ്കര ഹൈപ്പ് കൂട്ടിയതിൽ പ്രശാന്ത് നീലും പ്രഭാസും ഒന്നുമല്ല, പൃഥ്വിരാജ് തന്നെ പറഞ്ഞത്. അങ്ങനെ പല ഇൻ്റർവ്യൂവിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പൃഥ്വിരാജ് ഇതിനെക്കുറിച്ച്. അതായത് സ്വന്തം സിനിമകളെക്കുറിച്ച് ഇപ്പോഴും പറയാത്ത ഒരാളാണ് പൃഥ്വിരാജ്. അതാണ് പൃഥ്വിരാജിൻ്റെ വ്യത്യാസം. ബാക്കിയുള്ള സിനിമകളെക്കുറിച്ച് മാക്സിമം വാഴ്ത്തി പഠിച്ചതിനെ മിക്കവാറും പൊട്ടിക്കുന്ന ഒരു സ്വഭാവം പൃഥ്വിരാജിന് പൊതുവേ ഞാൻ കണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നിയതായിരിക്കാം, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. അങ്ങനെ ഒരെണ്ണമാണ് സലാർ. ഒരു കരിഞ്ഞ പടമായിട്ട് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ ഒരു കരിഞ്ഞ അന്തരീക്ഷം, ഒന്നുമില്ലാത്തൊരു സിനിമ, ഒരു കൂറപ്പടം. അതാണ് സലാർ. ഈ പടം വലിയ സംഭവമായിട്ട് വന്ന തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പ്, പ്രത്യേകിച്ച് കേരളത്തിൽ അട്ടർ ഫ്ലോപ്പ് ആയതുകൂടി നേരിട്ട് കിട്ടിയ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു 10-14 ദിവസം മലയാള സിനിമ വേറെ ഒരെണ്ണം പോലും റിലീസ് ചെയ്തില്ല. മലയാള സിനിമ ഒരെണ്ണം പോലും റിലീസ് ചെയ്യുകയും ചെയ്തില്ല. ഡയറക്റ്റ് ഒരു 14 ദിവസം നേരിട്ട് കിട്ടി. എല്ലാവരും അതിനകത്ത് പറഞ്ഞു അനശ്വര ഗംഭീര പ്രകടനമാണ്, സിദ്ദിഖ് ഗംഭീര പ്രകടനമാണ്. എല്ലാവരും പറഞ്ഞു മോഹൻലാൽ വലിയ പ്രകടനമൊന്നുമില്ല. മോഹൻലാൽ ആ കഥാപാത്രത്തിന് ചേരുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അങ്ങ് അസാധാരണ പ്രകടനം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സിദ്ദിഖും അനശ്വരയും ഗംഭീരമാകുന്ന സ്ഥിതിക്ക് മോഹൻലാലിൻ്റെ ആ റോളിന് പറ്റിയ ഗംഭീരമാക്കിയില്ല, മോശമാക്കിയില്ല. മോഹൻലാൽ ആ റേഞ്ചിൽ അവിടെ നിന്നു. ഇതിൻ്റെയൊക്കെ കമൻസ് നിങ്ങൾക്ക് ഇടാം. അന്നേരം പക്ഷേ അത് ബോക്സ് ഓഫീസിൽ ഭയങ്കര വിജയം തേടി. ഏകദേശം 80 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. പക്ഷേ അതിന് ഞാൻ കാണുന്ന റീസൺ സലാർ 8 നില പൊട്ടിയതും വേറെ ഒരു മലയാള സിനിമ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രേമലു പോലെ ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ കളക്ഷൻ ഭയങ്കരമായിട്ട് ബാധിച്ചത്. പക്ഷേ ഒരു മലയാള സിനിമ ഇല്ലായിരുന്നതും ഇതിൻ്റെ കളക്ഷനെ ഭയങ്കരമായിട്ട് മുന്നോട്ട് വന്നു. പിന്നെ ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധാനം കൈയടക്കത്തോടുകൂടി ഒരു ആവറേജ് സിനിമ, വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് നേര് തോന്നിയത്. 2 വട്ടം കണ്ടവരൊക്കെ വളരെ കുറവായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ മെമ്മറീസാണ്. സൂപ്പർ അടിപൊളിയായിട്ട്. 2 ദൃശ്യം നമ്മളൊക്കെ 2-3 വട്ടം കണ്ടുള്ളതാണ്. മെമ്മറീസ് ഇഷ്ടം പോലെ വട്ടം കണ്ടതാണ്. പിന്നെ എനിക്കൊന്ന് മൈ ബോസ് ദിലീപിൻ്റെ പടം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ മോഹൻലാൽ ജിത്തു എന്ന് പറയുന്ന ഒരു കോംബോ എന്നുള്ള രീതിയിൽ ബോക്സ് ഓഫീസിൽ വിജയം നേടി. നമുക്ക് ഈ പറഞ്ഞ പോലെ സലാറ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, സലാറ് പരാജയപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നേരിട്ട് അതും ക്രിസ്മസ് വെക്കേഷൻ, നേരിട്ട് ഒരു രീതിയിലും ഒപ്പോണൻസ് ഇല്ലാതെ, ക്ലാഷ് ഇല്ലാതെ അടിച്ചു കയറിപ്പോയ പടമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നേരെന്ന് പറഞ്ഞ സിനിമ. അതിന് അർഹതപ്പെടുന്നതിനെക്കാട്ടിൽ മണ്ടയ്ക്ക് വിജയം അതിന് നേടാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് അർഹതപ്പെട്ട വിജയം അതിനെക്കാട്ടിൽ ഇരട്ടി വിജയം അതിന് നേടാൻ പറ്റി. അതാണ് നേര്. 2 പ്രേമലു ഔട്ട് ആൻഡ് ഔട്ട്
ഒരു കോമഡിയാണ്. നമ്മൾ 2 മണിക്കൂർ 36 മിനിറ്റും കണ്ടുകൊണ്ട് സിനിമയുടെ ദൈർഘ്യം. നസ്ലിനും മമിത ബൈജുവും ചെയ്ത സിനിമയാണ്. എനിക്ക് ആ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ 36 മിനിറ്റ് നമുക്ക് പോകുന്നതേ അറിയത്തില്ല. നല്ല സിമ്പിളായിട്ട് നൈസായിട്ട് എടുത്തിട്ടുണ്ട്. നസ്ലിൻ്റെ കൂട്ടുകാരനായിട്ട് വന്ന പയ്യനൊക്കെ തകർത്ത് വാരിയിട്ടുണ്ട്. പിന്നെ ആദി എന്ന് പറഞ്ഞ ക്യാരക്ടർ, നസ്ലിൻ പിന്നെ ആസ് യൂഷ്വൽ ഓക്കെയാണ്. അതുപോലെ തന്നെ ഈ ഗിരീഷ് ഷേഡി എന്ന് പറയുന്ന സമയത്തിനെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അതായത് എൻ്റെ തണ്ണീർമത്തനും പിന്നെ രണ്ടാമത്തെ സിനിമ നമ്മുടെ പേരിയം വിട്ടുപോയി, സൂപ്പർ ശരണ്യയും തണ്ണീർമത്തനും ഗംഭീര സിനിമകളായിരുന്നു. മൂന്നാമത്തെ പ്രേമലും ഒരു രീതിയിലും ബോറടിക്കത്തില്ല. അത്യാവശ്യം നല്ല സിറ്റുവേഷൻ കോമഡിയോടുകൂടി, പാട്ടൊന്നും വലിയ സംഭവങ്ങളൊന്നുമല്ല എന്നാൽ പക്ഷേ സിറ്റുവേഷൻ കോമഡിയിൽ ഇങ്ങനെ നിന്നു. റൊമാൻസൊക്കെ കറക്റ്റ് ലെവലത്തിൽ പാകത്തിന് കൊടുക്കുന്ന ഈ അടുത്തിടയിൽ കണ്ട നല്ല എൻ്റർടൈൻമെൻറ്റ് വാല്യൂയുള്ള സിനിമയാണ് പ്രേമലു. അത് കളക്ഷൻ അത്യാവശ്യം നല്ലപോലെ നേടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു പരിധിക്കുള്ളിൽ നേടാൻ പറ്റാത്തതിൻ്റെ കാരണം ഇതിന് ഈ ഫെബ്രുവരിയിൽ ഒരുപാട് നല്ല സിനിമകൾ റിലീസ് ചെയ്യുന്നതാണ്. അന്നേരം അതാണ് പ്രേമലു. ചിലർ ചോദിക്കും പ്രേമലു എന്തുകൊണ്ടാണ് നസ്ലിൻ്റെ പടം വരെ 50 കോടി കളക്ട് ചെയ്തത്? നസ്ലിൻ്റെ പടം 50 കോടി എന്താ കളക്ട് ചെയ്താൽ? ഒരു സൂപ്പർ താരം വേണമെന്നില്ലല്ലോ. നല്ല സ്ക്രിപ്റ്റും നല്ല കോമഡികളും നല്ല സിനിമയാണെങ്കിൽ ഏത് പുതുമുഖ നടൻ്റെയും പടം 50 കോടി കളക്ട് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. പിന്നെ നല്ല റിലീസായിരുന്നു പ്രേമലു, കൃത്യസമയത്തായിരുന്നു. പക്ഷേ ഓർക്കണം, ഫെബ്രുവരി എന്ന് പറയുന്ന ഒരു ഓഫ് സീസണാണ്. കാരണം പരീക്ഷയുടെ മേളമാണ് മാർച്ചിൽ. ഈ മോഡൽ എക്സാം എല്ലാം നടക്കുന്നതുകൊണ്ട് പരീക്ഷയുടെ മേളമായതുകൊണ്ട് ഈ ഓഫ് സീസണിൽ ഇറങ്ങിയൊരു പടമാണ് പ്രേമലു. പ്രേമലു ഈ കളക്ഷൻ നേടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് അർഹതപ്പെട്ട വിജയമായിട്ട് എനിക്ക് തോന്നുന്നത്. നേരെ അർഹതപ്പെടാത്തതെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ പ്രേമലു അർഹതപ്പെട്ട തന്നെ നേടി. മൂന്നാമത്തത് ബ്രഹ്മയുഗം. പലരും കമ്പയർ ചെയ്യുന്നതേക്കാം, ഈ കളക്ഷൻ ഇതിന് നേടിയില്ല, ബ്രഹ്മയുഗത്തിന് നേടിയില്ല, പ്രേമലുവിൻ്റെ നസ്ലിൻ്റെ കളക്ഷൻ പോലും മമ്മൂട്ടി നേടിയില്ല, നേരിൻ്റെ കളക്ഷൻ പോലും മമ്മൂട്ടി നേടിയില്ല. എന്തിനാണ്? ഞാൻ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ, ഈ ഒരു കൊമേഴ്ഷ്യൽ, ബാക്കി 2 സിനിമകളെ അപേക്ഷിച്ച് ഒരു കൊമേഴ്ഷ്യൽ എലമെൻറ്റ് പോലും ഇല്ലാത്ത, ഈ അടുത്ത കാലത്തെങ്ങും വരാത്ത ഒരു സിനിമ പ്രമേയുഗമാണ്. ഒരു കൊമേഴ്ഷ്യൽ എലമെൻറ്റും ഇല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആക്ഷൻ ഇല്ല, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്ങോ ത്രില്ലടിപ്പിക്കുന്ന സോങ്ങോ ഐറ്റം ഡാൻസോ ഒന്നുമില്ലാത്ത സിനിമ. ഒരു മന, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, ഒറ്റ മുണ്ട്, ഇങ്ങനെയുള്ള കളികൾ മാത്രം വെച്ചുകൊണ്ട് 3 ക്യാരക്ടേഴ്സ്, പ്രധാനമായിട്ടും 3 ക്യാരക്ടേഴ്സും വെച്ചുകൊണ്ട് അഭിനയവും ടെക്നിക്കലും സംവിധാനം കൊണ്ട് മാത്രം ഒരു ഇപ്പോൾ ഏകദേശം 40 കോടിക്ക് എടുത്ത് കളക്ട് ചെയ്ത് കാണും. ആ 40 കോടി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നൊരു 100-150 കോടിക്ക് തുല്യമാണ് ഈ സിനിമ നേടിയിട്ടുണ്ടെങ്കിൽ. കാരണം ഇങ്ങനൊരു സിനിമ, ഈ ഒരു ജോണർ സിനിമ ഒരിക്കലും ബോക്സ് ഓഫീസിൽ വിജയിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഇത്രയും കോടി കളക്ട് ചെയ്യുന്നത് തന്നെ എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മുടെ നേരത്തെ ഉള്ള സിനിമ, ഇപ്പോൾ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം എൻ്റർടൈൻമെൻ്റ് ആണ്. അതിനകത്ത് ഹൊററുണ്ട്, അതിനകത്ത് കോമഡിയുണ്ട്, പാട്ടുണ്ട്, എല്ലാം മിക്സ് ചെയ്ത പടം. പക്ഷേ ഇതിനകത്തൊന്നും അങ്ങനെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ ഒരു ക്ലാസ് നമുക്ക് പറയത്തില്ല, മലയാള സിനിമയ്ക്ക് ഞാൻ പലവട്ടം പറഞ്ഞതാണ്, ഒരു ഹോളിവുഡിന് കാഴ്ചവെക്കാൻ പറ്റുന്ന സിനിമയാണ് ബ്രഹ്മയുഗം. ബ്രഹ്മയുഗമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബ്രഹ്മയുഗം എൻ്റർലി ഡിഫറെൻറ്റ്. അതൊരു നമുക്ക് കൊണ്ടുവന്നൊരു വീട്ടിൽ നമ്മൾ ഡയമണ്ട് സൂക്ഷിച്ച് വെക്കുന്ന പോലെ വെക്കാൻ പറ്റുന്ന, മലയാള സിനിമയ്ക്ക് വെക്കാൻ പറ്റുന്ന സാധനമാണ്. എക്കാലത്ത് ഓർമ്മിപ്പിക്കുന്ന സിനിമയായിരിക്കും. ഭാവിയിൽ ഇതിനെ ഒരുപാട് വാഴ്ത്തിപ്പാടും. ഒരേ സമയം എനിക്കൊന്ന് എല്ലാ ഭാഷകളിലും റിലീസ് ചെയ്തിരുന്നെങ്കിൽ, ഈ സിനിമ എല്ലാ ഭാഷകളിലും ഡബ് ചെയ്ത് റിലീസ് ചെയ്തിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഇത് കളക്ഷനെ ഞാൻ കോടിക്കലത്തിലല്ല പറയുന്നത്, പക്ഷേ ഇത്രയും നേടിയത് തന്നെ വലിയ സംഭവമാണ്. 50 കോടി ക്ലബിലെങ്ങാണ്ട് ഇത് കയറിയാൽ ഒരു 500 കോടി കിട്ടുന്നതിന് തുല്യമാണ്. അന്നേരം 3 രീതിയാണ്, 3 കാലാവസ്ഥയിൽ ഇറങ്ങിയതാണ്. പ്രേമലുവും ബ്രഹ്മയുഗവും ഒക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പരീക്ഷാ ചൂടിലും ഒക്കെ നിൽക്കുന്ന സമയത്ത്, ഫെബ്രുവരി എന്ന് പറയുന്നത് എപ്പോഴും ചൂടും സംഭവങ്ങളും ഒക്കെ വെച്ച് കേരളത്തിലൊക്കെ വെച്ച് ഒരു ഓഫ് സീസണാണ്. പിന്നെ ബ്രഹ്മയുഗത്തിന് കിട്ടിയ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്, കേരളത്തെക്കാട്ടി കൂടുതൽ കളക്ഷൻ GCCയിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തെന്നുള്ളതാണ്. അന്നേരം നിങ്ങൾക്കും കമൻ്റ് ഇടാം, ഈ 3 സിനിമകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏത്, നിങ്ങൾക്ക് ഈ കമൻറ്റുകളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ നിങ്ങൾ എന്തിനൊക്കെ കാര്യങ്ങൾ യോജിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇടാം. ഒരു യുദ്ധത്തിന് വേണ്ടിയൊന്നുമല്ല, ഫാൻ ഫൈറ്റിന് വേണ്ടിയല്ല, നല്ല സിനിമകൾ നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ച ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ പരിഗണിക്കാം. അതുപോലെ കമൻറ്റുകൾ ഉറപ്പായിട്ടും ഇടുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്.